ഡോക്ടർ അതുപോലെ തന്നെ ഈ യൂറിനറി ഇൻഫെക്ഷൻസ്, ചെറിയ രീതിയിൽ യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് പലപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടാറുണ്ടല്ലോ. വെള്ളം കുടിച്ചാൽ മതി മാറിക്കോളൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇത് ശരിക്കും ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി ടീനേജ് ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ 30 വയസ്സിന് മേളിലോട്ടുള്ള ലേഡീസ്, അവർക്കൊക്കെ വരുന്ന ഇൻഫെക്ഷൻസ് പലപ്പോഴും പെട്ടെന്ന് തന്നെ മാറാറുണ്ട്. എന്നാൽ ഒരു പ്രായത്തിന് മേളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 50 വയസ്സിന് മേളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മൂത്രസഞ്ചിയുടെ ഘടനയിലുള്ള വ്യത്യാസമൊക്കെ വരാം. അങ്ങനെയുള്ളവർക്ക് യൂറിൻ കെട്ടിക്കിടക്കാം. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇങ്ങനത്തെ യൂറിൻ ഇൻഫെക്ഷൻ കിഡ്നിയിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ ഇൻഫെക്ഷൻ കോംപ്ലിക്കേറ്റഡ് ആകാം. അപ്പോൾ ഈ വെള്ളം കുടി കൊണ്ട് മാത്രം ഇൻഫെക്ഷൻ മാറത്തില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഒരാൾ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന്. ശരിക്കും നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടാണോ നമ്മൾ വെള്ളം കുടിക്കേണ്ടത്? അത് ഓരോരുത്തരുടെ ജീവിത രീതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ റുട്ടീനായിട്ട് ഒരു ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് അധികം ഡീഹൈഡ്രേഷൻ വരത്തില്ല. അതായത് ഒരു 2 ലിറ്റർ വെള്ളം കുടിച്ചാൽ തന്നെ അവരുടെ ഡെയിലി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യും. ഇപ്പോൾ വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് വിയർപ്പിലൂടെ ഒരുപാട് ജലാംശം നഷ്ടപ്പെടാം. അങ്ങനെയുള്ളവർ ചിലപ്പോൾ 3 ലിറ്ററോ 4 ലിറ്ററോ ഒക്കെ വെള്ളം കുടിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ യൂറിൻ ക്ലിയർ ആയിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. യൂറിൻ ക്ലിയർ ആയി ഇരുന്നാൽ മാത്രമേ കിഡ്നി സ്റ്റോൺ വരാതിരിക്കത്തുള്ളൂ.